നോക്കൂ, രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിൽ ടോൾ പിരിവിത ബുധനാഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. ദേശീയപാത അതോറിറ്റി, കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കളക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ഉൾപ്പെടെ ദേശീയപാത അതോറിറ്റി കത്ത് നൽകിയിരിക്കുകയാണ്. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവർക്ക് 340 രൂപയുടെ പാസ് എടുത്താൽ ഒരു മാസത്തേക്ക് എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാം. ഷഹദ് റഹ്മാൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. വെങ്ങളം രാമനാട്ടുകര റീച്ചിലെ ഒളവണ്ണ ടോൾ പ്ലാസയിലാണ് നമ്മൾ നിൽക്കുന്നത്. 14-ാം തീയതി മുതൽ ഇവിടെ ടോൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ട്രയൽ റണ്ണാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായി എന്നുള്ളത് നമുക്കിവിടെ ചോദിച്ച് മനസ്സിലാക്കാം. ടോൾ മാനേജർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ട്രയലായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 3-4 ദിവസമായിട്ട് ഫാസ്റ്റ് ട്രാക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫാസ്റ്റ് ട്രാക്ക് യൂസ് ചെയ്താൽ അത്രയും ബെറ്ററാണ്. രാജ്മത്ര യാത്ര എന്ന് പറഞ്ഞുള്ളൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ വാർഷിക പദ്ധതി ആയിട്ടുള്ളത് ഒരു 3000 രൂപൻ്റെ എടുക്കും. അത് എടുത്തു കഴിയുമ്പോൾ ഒരു യാത്രയ്ക്ക് 50% ഡിസ്കൗണ്ട് വെച്ചിട്ടാണ് കിഴിവ് വരുന്നത്. 200 യാത്ര ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ബെറ്റർ അതാണ്. കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ യെല്ലോ ബോർഡുണ്ട്, ടാക്സി, അത് ഓട്ടോറിക്ഷ ആയാലും വാനായാലും പിക്കപ്പ് ആയാലും ലോറി ആയാലും ബസ്സായാലും അതിന് നമ്മൾ ഒരു ഇളവ് കൊടുക്കുന്നുണ്ട്. ആ ഇളവും നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് എത്രയാണ് തുക വരുന്നത് എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ദേശീയപാതയുടെ കോഴിക്കോട് ജില്ലയുടെ ഇൻചാർജുള്ള ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയും. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ റേഡിയസിലുള്ള വണ്ടികൾക്ക് 340 രൂപയുടെ മന്ത്ലി പാസ് ഉണ്ട്. അത് ടോൾ പ്ലാസയിൽ ചെന്നാൽ കിട്ടുന്നതാണ്. RC ബുക്കിൻ്റെ കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊണ്ട് അവിടെ ചെന്നാൽ മതി. എന്തായാലും പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെയുള്ള ഈ പ്രദേശവാസികളെ ഈ ടോളിൽ നിന്ന് ഒഴിവാക്കണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് അക്കാലത്ത് ഇവർക്ക് ന്യായമായിട്ടുള്ള തുക ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ തുക ലഭ്യമാക്കണം എന്ന ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം UDFൻ്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും 14-ാം തീയതി മുതൽ ഇവിടെ ടോൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ രേഖകളും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ നോട്ടീസും ഒക്കെ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. കാരണം ഇത് പ്രാബല്യത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസും ലഘുലേഖകളും ഒക്കെ തന്നെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ.